കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. നമ്മുടെ പ്രാർത്ഥനകളിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാണ് ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്നുള്ളത്. എന്തുവാണ് ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്? ചിലർ ധരിച്ചിരിക്കുന്നത് 24 മണിക്കൂർ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിനെയാണോ ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. പിന്നെ എന്തുവാ? ദൈവവുമായിട്ടുള്ള ഒരു നിരന്തര ബന്ധം, ഒരു വിട്ടുപിരിയാൻ കഴിയാത്തൊരു ബന്ധം നമുക്ക് ദൈവവുമായിട്ട് സ്ഥാപിക്കുക എന്നുള്ളതാണ് ആ വാക്യം കൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ, കണ്ടിന്യൂവേഷനായിട്ട് ഒരിക്കലും വിട്ടുപിരിയാത്ത ഒരു ദൈവിക ബന്ധം നമുക്കുണ്ടായിരിക്കണം. അത് പ്രാർത്ഥനയിലൂടെ മാത്രമേ കഴിയത്തുള്ളൂ. ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ജീവനാഡി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വാഹനത്തിൻ്റെ എൻജിൻ പോലെ, ഒരു മനുഷ്യൻ്റെ ജീവശ്വാസം പോലെ, ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രാർത്ഥനയെന്ന് പറയുന്നത്. ഒരാൾ ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങുന്നതിൻ്റെ പ്രധാന ലക്ഷണമെന്ന് പറയുന്നത് ആളിൻ്റെ പ്രാർത്ഥന കുറയുന്നു എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി വിശേഷിപ്പിക്കാൻ കഴിയുന്നത് പ്രാർത്ഥനയെങ്കിൽ, ഒരു വിശ്വാസിയുടെ പിന്മാറ്റത്തിന് കാരണമാകുന്ന പ്രാർത്ഥന കുറവ് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതുമാണ്, അല്ലേ? അപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളായ നിങ്ങളെല്ലാവരും, പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബാക്കിയുള്ള മേഖലകളിൽ ഒരു പക്ഷേ നമ്മൾ അശ്രദ്ധ കാണിച്ചാൽ പ്രാർത്ഥനയിൽ നമ്മൾ ഒരിക്കലും അശ്രദ്ധ കാണിക്കരുത്. പ്രാർത്ഥനയോടെ തന്നെ നമ്മളായിരിക്കാൻ ദൈവനാമത്തിൽ ഈ സന്ദേശത്തിലൂടെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. അപ്പോൾ ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്നുള്ളതിനകത്ത് തിരുവചനം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷം 18-ന്റെ 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, സ്തോത്രം, മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നതിന് ഉപമ ആ ഭാഗത്ത് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും, അല്ലേ? അപ്പം മടുത്തുപോകാതെ നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? പ്രാർത്ഥനയിൽ തളർന്നു പോകാൻ പാടില്ല. പലപ്പോഴും പലരും പല വിഷയങ്ങൾ ദൈവസന്നിധി വെച്ചിട്ട് അതിനകത്തൊരു ശാശ്വത പരിഹാരം വരാതിരിക്കുന്ന സമയത്ത് അതിൽ തളർന്നു പോകുന്ന തലങ്ങളുണ്ട്. എന്നാൽ അങ്ങനെയാകരുത്. പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം ക്ഷീണിച്ചു പോകാതെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. നിശ്ചയമായും ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുക തന്നെ ചെയ്യും. പ്രൈസലോ. അതുപോലെ തന്നെ റോമാലേഖനം 12-ൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, സ്തോത്ര, പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കണം. എന്തുവാ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പ്രാർത്ഥന എന്ന് പറയുന്നൊരു വിഷയമുണ്ടെങ്കിൽ അതിൽ നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കണം. അതിൽ നിന്ന് നമ്മൾ പിന്മാറരുത്. അതിൽ കണ്ടിന്യൂ ചെയ്യുന്നവരായിരിക്കണമെന്ന് റോമർ 12-ൽ പറയുന്നു. സ്തോത്രം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. സ്തോത്രം. അപ്പോൾ പ്രാർത്ഥനയിൽ നമ്മൾ ഉറ്റിരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് എന്തുവാൻ്റെ അർത്ഥം? നമ്മളൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിനകത്തൊരു മറുപടി ലഭ്യമാകും വരെ സ്തോത്രം നമ്മൾ പ്രാർത്ഥിക്കുന്നതിനെയാണ് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക എന്ന് പറയുന്നത്. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആത്മാവിൽ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് സ്തോത്രം ആത്മാവിലായിരിക്കണം. എന്നാലേ അതിന് അനുഗ്രഹമുള്ളൂ, എന്നാലേ അഭിഷേകത്തിനകത്തൊരു വിടുതൽ നമുക്ക് പ്രാപിപ്പാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പോടെ നിങ്ങൾ തിരിച്ചറിയുക, പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. പ്രാർത്ഥനയിൽ നിന്ന് പിൻവലിയരുത്. പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രാർത്ഥനയിൽ തുടരുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ പിതാവേ, ഈ പ്രഭാതത്തിനാണ് സ്തോത്രം ചെയ്യുന്നു. ഈ നൽകപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദേശത്തിനായിട്ട് ഞങ്ങൾ കർത്താവിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ്. അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. എല്ലാവിധമായ ആത്മീക ഭൗതിക നന്മകൾ, അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെ പരിപാലിക്കുന്ന കർത്താവിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രാർത്ഥനയിൽ തുടർമാനമായി മുന്നോട്ട് പോകുവാൻ അവിടുന്ന് ഈ പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തിയാട്ട് സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.